അല്ല ഈ സി എ വിഷയത്തിൽ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും പാർലമെന്റിലൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പ്രതിഷേധം നടക്കുന്ന സമയത്തും തൊട്ടടുത്ത് അമെന്റ്മെന്റ് ആക്ട് ഉണ്ടായിരുന്നല്ലോ, എതിർത്ത് വോട്ട് ചെയ്യാൻ പോലും കോൺഗ്രസ്സുകാരനെ കിട്ടിയില്ല. എവിടെ അമെന്റ്മെന്റ് ആക്ടിൽ എതിർത്ത് വോട്ട് ചെയ്യാൻ പോലും ഒരു കോൺഗ്രസ്. ആരോടാ ഇതൊക്കെ പറയുന്നത്? ഇതൊക്കെ ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കളഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്ക്. നിങ്ങളിങ്ങനെ പറയുന്ന BJPയുടെ ഈ വർഗീയ ഫാസിസത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഞങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത് കൺസിസ്റ്റന്റ് ആയ നിലപാടാണ്. അതെ, ഞങ്ങളൊക്കെ അവിടെ അല്ല പിന്നെ രാജ്യസഭയിൽ അവിടെ പിന്നെ ഭൂരിപക്ഷം വരാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തത് എന്താ? അവിടെ അമെൻമെൻ്റ് എടുത്തിട്ടില്ല. അവിടെ പിന്നെ നിയമപരമായി ഒരു പാർലമെൻറ്റിൽ നിയമം പാസ്സാക്കേണ്ട ഒരു കാര്യങ്ങളും അവിടെ ചെയ്തില്ല. അവിടെ ശബ്ദ വോട്ടിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് പാസ്സാക്കി കൊണ്ടുപോയത്. അത് ഞാൻ പറഞ്ഞ അതല്ലല്ലോ നിയമം. ഞങ്ങളെല്ലാം എതിർത്ത് വോട്ട് ചെയ്തു. എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം. NIA ആക്ടിനെ കുറിച്ചുള്ള ഞാനത് പിന്നെ എൻ്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള ഞാൻ പഠിച്ചിട്ട് പറയാം, അതേക്കുറിച്ച് പറയാം. അല്ല, അത് ഒരു 100 കണക്കിന് നിയമങ്ങൾ പാസ്സാകുന്നു, ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേക്കുറിച്ച് പഠിച്ചു പറയും. അല്ല, അതേ സംബന്ധിച്ച് പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്, പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അതിൽ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെന്റ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. എങ്ങനെ അറിയാത്ത കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരട്ടെ. കേരളത്തിലെ ഏക ഒരു MP മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത്. അത് അയാളുടെ പേര് AM ആരിഫ് എന്നാണ്. ആലപ്പുഴയാണ് അയാൾ പ്രതിനിധീകരിച്ചത്. മുസ്ലിം ലീഗിന്റെ MP മാരുണ്ടായിരുന്നു. ഈ മുസ്ലിം ലീഗിന്റെ MP മാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് MP മാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. അന്ന് ഇതിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു സംഭവിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുകയും CA വിഷയത്തിൽ വന്ന് മതത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള ഇരട്ടത്താപ്പാണ് ചോദിക്കുന്നത്. അത് നിങ്ങളൊക്കെ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് NIA ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം. അതേക്കുറിച്ച് പഠിച്ചിട്ട് പറയാം.